മക്കളെ മാഷിനെ കാണുന്നുണ്ട് വിചാരിക്കുന്നു. ദീപ ടീച്ചറും ജയ ടീച്ചറും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോ സ്കൂളത്തെ പോലെ ഒരു വൺ വേ ക്ലാസ് അല്ല, മറിച്ച് ഞങ്ങൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ഈ ക്ലാസ് നിങ്ങൾക്ക് ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കി തരികയാണ്. പിന്നെ കുറെ പരീക്ഷണങ്ങളും കൂടെ മാഷ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് വരാം. മാഷ സ്ക്രീൻ കാണുന്നുണ്ട് വിചാരിക്കുകയാണ്. 9ാം ക്ലാസ്സിലെ ശബ്ദം എന്നുള്ള പാഠമാണ് മാഷും ടീച്ചേഴ്സും പഠിപ്പിക്കുന്നത്. 10ാം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നിങ്ങൾ 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്, പിന്നെ 9ാം ക്ലാസ്സിലെ കുട്ടികളാണെന്ന് ഞാനും പറയരുത്. ഇനി 10ാം ക്ലാസ് ആണ്. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം, ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എന്താന്ന് കാണുന്നവരൊന്ന് പറയോ? ബെല്ലാണോ? ആ, ബെല്ലാണ്. വെരി ഗുഡ്. അത് പറഞ്ഞതാരാ? സിനാൻ പി. ഓക്കെ. ഒരു കുട്ടി ഒരു ഇലക്ട്രിക് ബെല്ല് അമർത്തുകയാണ്. ഈ കുട്ടി ഇലക്ട്രിക് ബെല്ല് അമർത്തുന്ന സമയം തന്നെ കുട്ടി എന്തോ മനസ്സിൽ പറയുന്നുണ്ട്. സിനാന് പറയാൻ പറ്റും എന്താ കുട്ടി പറയണെന്ന്? ബെല്ല് പ്രവർത്തിച്ചിട്ടും ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. ആർക്കെങ്കിലും പറയാൻ പറ്റുന്നത് എന്താന്ന് പറയാൻ പറ്റുമോ? ബെല്ലാണോ? ബെല്ലാണോ? അത് ശരിക്കും നോക്ക്. ദീപ ടീച്ചറെ ഒന്ന് പറഞ്ഞു കൊടുക്കോ? ചെറിയ കുട്ടികളെ കളിപ്പിക്കുന്ന ഒരു കളിപ്പാട്ടം. നിങ്ങള് എന്താ കേട്ടത്? ശബ്ദം കേൾക്കുന്നുണ്ട് അല്ലേ? ആ, കേൾക്കുന്നില്ല എല്ലാരും? ശബ്ദം കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഈ ശബ്ദം കേട്ടത് എന്തുകൊണ്ടാണ്? ആ സാധനത്തില് മറ്റേ സാധനം അടിക്കുമ്പോ ഈ 2 സാധനത്തില് ഇത് തട്ടുമ്പോഴാണ് ആ ശബ്ദം കേൾക്കുന്നത് അല്ലെ? പിന്നെ എന്താ ഈ കുട്ടി ബെല്ല് പ്രവർത്തിപ്പിച്ചിട്ട് കേൾക്കാത്തത്? ആ ബെല്ല് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ആ ബെല്ല് ഒരു പാത്രത്തിനുള്ളിലാണ്. ആ പാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു വാക്വം പമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വാക്വം പമ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ പാത്രത്തിനുള്ളിലെ വായു നീക്കം ചെയ്യാനാണ്. ദീപ ടീച്ചറെ, ആ ബെല്ല് പ്രവർത്തിക്കൂലേ? പ്രവർത്തിക്കും. പക്ഷെ എന്താ കുട്ടി എന്നിട്ട് ഇങ്ങനെ പറയണത് ബെല്ല് പ്രവർത്തിച്ചിട്ടും? ഒന്ന് പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക് എന്താ അങ്ങനെ പറയുന്നത്? വാക്വം പമ്പ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി? എന്താണ് വാക്വം പമ്പ്? മാഷ് പറഞ്ഞു ഇവിടെ വാക്വം പമ്പ് പിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തിനാ അത് വെക്കുന്നത്? അതറിയാമോ? ആർക്കെങ്കിലും അറിയോ? വാക്വം പമ്പ് എന്ന് പറയുന്നത് അതിനുള്ളിലെ പറഞ്ഞോളൂ മാഷെ. അല്ല ടീച്ചർ പറഞ്ഞോ. വാക്വം പമ്പ് ആ ജാറിനുള്ളിലെ വായുവിനെ വെളിയിലേക്ക് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വാക്വം പമ്പ് അവിടെ വെച്ചിരിക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, ആ ജാറിനുള്ളിൽ എന്തില്ല? വായു ഇല്ല. ടീച്ചർ പറഞ്ഞ മനസ്സിലായില്ലേ? ഈ പാത്രത്തിന്റെ ഉള്ളിലത്തെ വായുവിനെ പുറത്തേക്ക് ആക്കുക. അപ്പൊ ഈ ജാറിന്റെ ഉള്ളില് പിന്നെ വായു ഉണ്ടാവില്ല. ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിൽ ബെല്ല് വെച്ചിട്ട് ആ ബെല്ല് പ്രവർത്തിപ്പിച്ചാലും ആ ബെല്ല് പ്രവർത്തിക്കുന്നുണ്ടാകും, പക്ഷെ അതിന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കില്ല. മാഷ് ഇത് തട്ടുന്ന സമയത്ത് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ ശബ്ദം കേൾക്കാൻ കാരണം ഞാൻ തട്ടുന്ന സമയത്ത് എൻ്റെ ഈ സ്റ്റഡി റൂമിൽ നിന്ന് ഈ തട്ടുന്ന ശബ്ദം വായിലൂടെ സഞ്ചരിച്ച് എൻ്റെ മൊബൈൽ ഫോണിന്റെ മൈക്രോഫോണിലെത്തി അത് പിന്നെ അല്ലെ തരംഗങ്ങളായിട്ട് മാറി നിങ്ങളുടെ ഫോണിലെത്തി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ ഞാനിത് പ്രവർത്തിപ്പിക്കുന്നത് ഒരു പാത്രത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് ആ പാത്രത്തിന്റെ ഉള്ളിലത്തെ വായുവിനെ നീക്കം ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് വെച്ചാൽ ഇതിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കൂല. ഓക്കെ. ദീപ ടീച്ചറെ, ശബ്ദം എന്ന് നമ്മൾ പറയുമ്പോ ആയിക്കോട്ടെ, ശബ്ദം എന്ന് നമ്മൾ പറയുമ്പോ ഈ പാഠം പഠിപ്പിക്കുമ്പോ പലപ്പോഴും കുട്ടികള് എന്താണ് ശബ്ദം ചോദിച്ചാല് സത്യത്തിൽ ദീപ ടീച്ചർ എന്താ അവര് പറയല്? സാധാരണ എന്താ ശബ്ദം ചോദിച്ചാല് സാധാരണ കുട്ടികൾ എന്താ പറയാറുള്ളത്? ഒരു ഊർജ രൂപമാണ് നമ്മൾ പഠിപ്പിക്കുക. കുട്ടികൾ അങ്ങനെ തന്നെയാ പറയല്ലേ? ശബ്ദം ഒരു ഊർജ്ജരൂപമാണെന്നാണ് സാധാരണ പറയാറുള്ളത്. അത് എല്ലാത്തിനും പറയാൻ പറ്റുന്ന ഉത്തരമാണ്. അതിന്റെ കൂടെ ദീപ ടീച്ചറും ജയ ടീച്ചറും ഞങ്ങളും പറയുന്ന ഒരു കാര്യം, ശബ്ദം എന്ന് പറയുന്നത് ഒരു ഊർജ്ജരൂപം എന്നത് എല്ലാത്തിനും പറയാൻ പറ്റുന്ന ഉത്തരമാണെങ്കിലും ശരിക്ക് ശബ്ദം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് കേൾവി എന്ന അനുഭവം ഉണ്ടാക്കുന്നത് എന്താണോ അതാണ് ശബ്ദം. അതായത് ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം എന്നാണ് മക്കൾ പഠിക്കേണ്ടത്. എന്താണ് ശബ്ദം ചോദിച്ചാല് അതിന്റെ ഉത്തരം പറയേണ്ടത് ശ്രവണബോധം ഉളവാക്കുന്നത് എന്തും ശബ്ദമാണ്. പക്ഷെ കാണിച്ചു തരാം. സ്ക്രീനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്താണ് ശബ്ദം. നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കൂ, അതിന് താഴെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഒരു മ്യൂസിക് ഉപകരണം, അതുപോലെ തന്നെ റെയിൻഫാള്, മഴ പെയ്യുന്നത്, തൊട്ടപ്പുറത്ത് ഒരാൾ പ്രസംഗിക്കുന്നത്.
അതിനപ്പുറത്ത് അലാം ക്ലോക്ക്, പിന്നെ ഒരു ടെലിവിഷൻ, പിന്നെ ഒരു ഡോർ ബെല്ല്, അതുപോലെ തന്നെ ഒരു നായ കുരയ്ക്കുന്നത്, അതുപോലെ തന്നെ ഫോൺ റിങ് ചെയ്യണത്, തൊട്ടപ്പുറത്തെ എയറോപ്ലെയിൻ പോണത്, പിന്നെ ഹാർട്ട് ബീറ്റിന്റെ ശബ്ദം, ഇതൊക്കെ നമ്മൾ ശബ്ദം ഗണത്തിൽ പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ഇനി 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഞങ്ങൾ 3 പേരും അല്ലാത്തൊരു ടീച്ചറാണ് ക്ലാസ്സിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങളോട് ചോദിക്കും, നമ്മുടെ പാഠത്തിന്റെ പേര് ശബ്ദ തരംഗങ്ങളാണ്, ഫിസിക്സിൽ 1ാമത്തെ പാഠം ശബ്ദ തരംഗങ്ങൾ എന്നാണ്. ആർക്കൊക്കെ അറിയാം എന്താണ് ശബ്ദം, അറിയുന്നവർ എണീറ്റ് പറയൂ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ക്ലാസ് കേട്ട നിങ്ങൾ വേണം ആദ്യം ഉത്തരം പറയേണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങൾ പറയണം, ഞങ്ങളിത് പഠിച്ചിട്ടുണ്ട്, 9 ശരിക്കും പഠിച്ചതാണ്. ശബ്ദം എന്ന് പറയുന്നത് ശ്രവണബോധം ഉളവാക്കുന്ന ഊർജത്തിനെയാണ് ശബ്ദം എന്ന് നിങ്ങൾ പറയണം. ഇനി അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് അതിന് ഉദാഹരണങ്ങളും പറഞ്ഞു കൊടുത്ത് അടുത്ത സെക്ഷനിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. നോക്കിയേ, ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നു? ഇപ്പൊ അവിടെ ഒരു പിയൂണ് സ്കൂൾ ബെൽ അടിക്കുന്നുണ്ട്, ഒരു ഓലപ്പീപ്പി കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഒരാള് പേപ്പർ മടക്കിയിട്ട് അതിനെ നമ്മൾ ഊതിക്കഴിഞ്ഞാല് ശബ്ദം ഉണ്ടാവും. ഒരു പേപ്പർ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എടുത്തോളൂ, ഒരു ന്യൂസ് പേപ്പറിന്റെ കഷ്ണം മതി. ആ ന്യൂസ് പേപ്പറിന്റെ കഷ്ണം എടുത്തിട്ട് ഒരു ചെറിയ കഷ്ണമാക്കിയിട്ട് മടക്കിയിട്ട് ആ മടക്കിന്റെ ഭാഗത്ത് ഒരു ചെറിയ ഓട്ട ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഊതിക്കഴിഞ്ഞാല് അത് ശബ്ദം ഉണ്ടാവും. അപ്പൊ ഞാൻ അതിന് പകരം വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതെന്താണെന്നറിയോ? കാണുന്നുണ്ടോ മക്കള്? ദിവ്യ ഒരു കാണുന്നുണ്ടോ അത് സ്ക്രീനിൽ? കാണുന്നുണ്ട്. ഇത് അറിയുന്നവരൊന്ന് പറയൂ, അത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവൂലോ. അത് പിയാനോ ആണോ? പിയാനോ എന്നുള്ളത് ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ്. ഇതിനെ പിയാനോ എന്നാണ് നമ്മൾ പറയാ. ദിവ്യ ടീച്ചറെ, ഇവരെന്താ പറയാറുള്ളത് സാധാരണ ഇതിന്? വിസില്. പീപ്പി എന്നാ പറയാ. നമ്മളെ ഈ ഉത്സവത്തിനും പെരുന്നാളിനൊക്കെ പോകുമ്പോൾ മേടിക്കാൻ കിട്ടത്തില്ലേ? വിസില്, പീപ്പി എന്നൊക്കെ പറയും. ഞാനിതൊന്ന് ഊതി കാണിച്ചു തരാം. ഇതിപ്പോ ഒച്ച ഉണ്ടായി അല്ലേ? അപ്പോ ഇത് ഊതുമ്പോ ഒച്ച ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഇത് ഊതുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഒച്ച ഉണ്ടാവുന്നത്? ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാൻ കഴിച്ചു? ഞാന് ഇത് ഊതുമ്പോ എന്തുകൊണ്ട് ഒച്ച ഉണ്ടാവുന്നത്? ഈ വിസിൽ ഊതുമ്പോ എന്തോ ഒച്ച ഉണ്ടാവാൻ കാരണം? ഇതിൽ വേറെ ഒന്നുമില്ല. എന്താ പറഞ്ഞ ശരിയാണ്? വായു ഉള്ളിക്ക് പോകുന്നുണ്ടോ? വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. വായു ഇതിനുള്ളിൽ പോയിട്ട് അതിനുള്ളിൽ നിന്ന് കമ്പനം ചെയ്യും. വായു കമ്പനം ചെയ്യുന്നത് കൊണ്ടാണ് ഇത് വിസില് മുഴങ്ങുന്നത്. നമുക്ക് ഓരോ ഭാഗത്ത് ഊതുമ്പോഴും ശബ്ദത്തിന് വ്യത്യാസമുണ്ട്. ഇപ്പം ഈ ഭാഗത്തെ ഈ പൈപ്പിന് നീളം കൂടുതലാണ്, ഞാൻ അവിടെ ഊതുമ്പോൾ നോക്കിയേ. ഇനി തൊട്ടപ്പുറത്തേക്ക് ഊതുമ്പോ വീണ്ടും അടുത്തിൽ ഊതുമ്പോ അതിന്റെ ഭാഗം പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അടുത്ത് എപ്പോഴും ഒച്ച അധികം കേട്ടത്? അതായത് ഈ വലിയ പൈപ്പിൽ ഊതുമ്പോഴാണോ? വലിയ പൈപ്പില്. ഇപ്പോഴാണോ ഒച്ച അധികം ഉള്ളത്? ഈ ചെറിയ പൈപ്പിൽ ഊതുമ്പോഴാണോ? കേട്ടവര് പറയൂ. ചെറുതില്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ചെറുതിൽ ഊതുമ്പോ നല്ല ഒച്ച കേൾക്കുന്നത്? പ്രഷർ കൂടുതലായോണ്ടാണോ? പ്രഷർ എന്നുള്ള വാക്കിന് പകരം വേറെ എന്തെങ്കിലും വാക്ക് കിട്ടോ? നീളം കുറവായതുകൊണ്ട് നല്ലോണം കമ്പനം ചെയ്യണ്ടാവും, ശരിയല്ലേ? ചെറിയ നീളമായതുകൊണ്ട് നല്ലോണം കമ്പനം ചെയ്യും. ഇത് വലിയ നീളമായതുകൊണ്ട് കുറേശ്ശെ കമ്പനം ചെയ്യുള്ളൂ, അല്ലേ? കേൾക്കുന്നവര് പറയോ? ആരെങ്കിലും ഗൂഗിൾ മീറ്റിൽ കയറാൻ? ആ, അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തുകൊണ്ടാണ് ശബ്ദം ഉണ്ടാവുന്നത്? ഓക്കെ, മക്കൾ പറയോ എന്തുകൊണ്ടാണ് ശബ്ദം ഉണ്ടാവുന്നത്? അപ്പോ ടീച്ചറെ സപ്പോർട്ട് ചെയ്യോ? സപ്പോർട്ട് ചെയ്യോ? ഞാൻ ചോദിച്ചത്, ഈ പീപ്പി വിളിക്കുമ്പോൾ ശബ്ദം കേട്ടു. ചെറിയ നീളമുള്ള പീപ്പിക്ക് വിസിലിന് ശബ്ദം കൂടുതലും വലുതിന് ശബ്ദം കുറവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു, കമ്പനം കൂടുതലാണ് ചെറുതില്, കമ്പനം കുറവാണ് വലുതിൽ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ എങ്ങനെയാണ് ശബ്ദം ഉണ്ടാകുന്നെന്ന് ചോദിച്ചു. അപ്പൊ അവർക്കൊന്ന് പറയാൻ ഹെൽപ്പ് ചെയ്യൂ ടീച്ചറെ? കമ്പനം കൂടുതലാണെന്നും കമ്പനം കുറവാണെന്നാണ് മാഷ് പറഞ്ഞത്. അതായത് അവിടെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം എന്താണ്? കമ്പനമാണ്, അല്ലേ? അത് കൂടുതൽ ഉണ്ടാവുന്നുണ്ട്, കുറവുണ്ടാവുമ്പോഴും രണ്ട് രീതിയിലുള്ള ശബ്ദമാണെന്ന് മാത്രമേ. ശബ്ദം ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം? കമ്പനം വേണം, ശരിയല്ലേ?
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് ഇടണം കേട്ടോ. ഇന്നലെ 8ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഭാഷ മക്കൾ തംസപ്പ് ഇടണേ. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ടിന് ഇമോജി ഇടണേ. ഭാഷ റിപ്പീറ്റ് ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. സ്ക്രീനിൽ ഭാഷ കാണിച്ചിട്ടുള്ളത് പിയൂണ് ബെല്ലടിക്കുന്നതാണ്. ബെല്ലടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടാവുക മക്കളെ? ബെല്ലടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടാവുക? ബെല്ലിന്റെ സൗണ്ട് കേൾക്കും. അതെ, എന്താണ് അവിടെ ശബ്ദം ഉണ്ടാക്കിയത്? കമ്പന കാരനാണ്. എന്താ കമ്പനം ചെയ്യണത്? ആ ഇരുമ്പിന്റെ ഭാഗം അല്ലേ? ആ അതെ. അപ്പൊ ആ ഓലപ്പീപ്പിയിലോ? ഓലപ്പീപ്പിയിൽ എന്താ കമ്പനം ചെയ്യുന്നത്? ഒലത്തിപ്പിയിൽ നിങ്ങൾ പറഞ്ഞല്ലോ നീളം കൂടിയതും നീളം കുറഞ്ഞതുമായിട്ടുള്ള കുഴലുകളുണ്ട്. അപ്പൊ മാഷ് പറഞ്ഞു അതിനകത്തൂടി വായു കടന്നു പോകുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കമ്പനം ചെയ്യുന്ന ആരാണ്? വായു. അതന്നെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മാഷ കയ്യിൽ വേറൊരു കളിപ്പാട്ടുണ്ട്. ഇതൊക്കെ എന്റെ കുട്ടികളുടെ കളിപ്പാട്ടാട്ടോ, ഞാൻ അങ്ങനെ പഠിപ്പിക്കാൻ എടുത്താണ്. ഒരു കളിപ്പാട്ടുണ്ട്. ഇതില് തട്ടുമ്പോ എല്ലാത്തിലും ഒരേ ഒച്ചയാണോ കേൾക്കുന്നത്? കേൾക്കുന്നവര് പറയും. ഒരേ ഒച്ചയാണോ? കേക്കല്ലേ സാർ? അല്ല. അല്ല, കേൾക്കുന്നില്ലേ? കേക്കണില്ലേ സാറേ? ഓക്കെ, നമുക്ക് ഡിവൈസ് മാറ്റി വയ്ക്കാം. അപ്പൊ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഉപകരണം, ഞാൻ വേറൊരു ഉപകരണം കാണിച്ചു തരാം. ഇതെന്താന്ന് പറയാൻ പറ്റുമോ? ഇതെന്താന്ന് പറയാൻ പറ്റുമോ? അത് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ? അതുമ്മ എന്തേലും അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ അങ്ങനെ സൗണ്ട് കേൾക്കൂലെ കുലുങ്ങുമ്പോ? വൈബ്രേഷൻ ചെയ്യും. ഇതുണ്ടല്ലേ, എങ്ങനെയല്ലേ? ആ ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയോ? ഒച്ച കേൾക്കണ്ടോ? ശരിക്കും നോക്ക്. സൗണ്ട് കേൾക്കുന്നില്ല. ആർക്കെങ്കിലും കേൾക്കണ്ടോ? കേൾക്കാണ്ടോ? ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയോ? മിടുക്കന്മാർ ആരെങ്കിലും ഉണ്ടോ? ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ അതിന്റെ പേരിന്റെ തുടക്കം പറയാം. ട്യൂ എന്നാണ്. ട്യൂ. തുടക്കം ട്യൂ എന്നാണ്. കുട്ടികളെ ഇത് ക്ലാസ്സിൽ കൊണ്ടുവന്ന് പരീക്ഷണം കാണിച്ചു തന്നിട്ടില്ലേ ടീച്ചർ? ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് ഉണ്ട്. ആ പറയൂ. പേര് കിട്ടണില്ല? ചെവിയിലൊക്കെ വെച്ച് കാണിച്ചില്ലേ? പേര് ഓർമ്മയില്ല. ആ, ട്യൂണിംഗ് ഫോർക്ക്. ട്യൂണിംഗ് ഫോർക്ക്. ഇതെന്താ കുഴപ്പമെന്ന് അറിയാം മക്കളെ? നിങ്ങള് ഈ ഉപകരണത്തിന്റെ പേര് അറിയാതെ അല്ലെങ്കിൽ ഈ ഉപകരണം കാണാതിരിക്കുമ്പോഴുള്ള പ്രശ്നം, ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരുമ്പോ ഒരു ട്യൂണിംഗ് ഫോർക്ക് തട്ടി മേശമ്മ വെച്ചു, അപ്പൊ ആ മേശ കമ്പനം ചെയ്തു എന്ന് പറയുമ്പോ ഈ ട്യൂണിംഗ് ഫോർക്ക് എന്താണെന്ന് അറിയാതെ നമുക്ക് പിന്നെ എന്തെഴുതാൻ പറ്റുക? ഭാഷ മക്കൾ ഓർക്കേണ്ടത് ഒരുപാട് പഠിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഒരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാക്കിയെടുത്താല് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാൻ പറ്റും. ഇന്നത്തെ ക്ലാസ്, ഇനിയുള്ള ക്ലാസ് ഒക്കെ അങ്ങനെയാ. എന്താ മനസ്സിലാവണില്ല? എനിക്ക് ക്ലിയർ ആയില്ല. എന്താ മനസ്സിലാത്തത്? മാഷ പറഞ്ഞ മനസ്സിലാവണില്ല. കേൾക്കുന്നുണ്ട്. അവര് സ്ഥലത്തിന്റെ ഒന്ന് മാറിയിരുന്നു നോക്കൂ കേട്ടോ മോളെ. നെറ്റിന്റെ കുഴപ്പമുണ്ടാവില്ല മോളെ. മാറിയിരുന്നു നോക്കൂ മോളെ. പിന്നെ കേൾക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, മാഷ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്തിട്ട് ഇതിന്റെ വീഡിയോ അയച്ചു തരാം കേട്ടോ. ദീപ ടീച്ചറെ, ടീച്ചർ ഹെൽപ്പ് വേണേ. ഈ ഉപകരണം ട്യൂണിംഗ് ഫോർക്ക് ആണ്, നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇതില് 2 പ്രോങ്സ്, ഭുജങ്ങൾ ഉണ്ട് എന്നറിയാം, ഒരു സ്റ്റെം, ഒരു തണ്ട് ഉണ്ട് എന്നറിയാം. ഇതിന്റെ തണ്ട് പിടിച്ചിട്ട് നമ്മളിവിടെ തട്ടും. ഈ തട്ടുമ്പോൾ ഇത് കമ്പനം ചെയ്യും. ഈ കമ്പനം കാണാൻ, ഇത് കമ്പനം ചെയ്യുന്നുണ്ടെന്ന് കാണാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് പറഞ്ഞു ടീച്ചറെ? ഇത് കമ്പനം ചെയ്യുന്നുണ്ട്, തരിക്കുന്നുണ്ടെന്ന് കാണാൻ എന്തെങ്കിലും മാർഗം? കമ്പനം ചെയ്യുന്നത് കാണാനായിട്ട് ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജങ്ങളെ നമ്മള് വെള്ളത്തിലേക്ക് വെക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ നമുക്ക് അതിന്റെ കമ്പനങ്ങൾ കാണാൻ സാധിക്കും. വെരി ഗുഡ്. ടീച്ചർ പറഞ്ഞു മനസ്സിലായി മക്കളെ? ഇത് തട്ടിയിട്ട് ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക്, വെള്ളം കുടിക്കണമെന്ന് കുപ്പിന്റെ മൂടിയാട്ടത്, ഒരു മൂടിയിൽ വെള്ളം എടുത്തു. നിങ്ങൾ കാണുന്നുണ്ടോ? സ്നേഹനെ കാണുന്നുണ്ടോ? കാണാണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു വെച്ചാല് ഈ ട്യൂണിംഗ് ഫോർക്ക് തട്ടിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കും. ഇതിൽ കൊള്ളൂല, ഇങ്ങനെ ഇറക്കി വെക്കും. വെക്കുമ്പോ ഈ വെള്ളം ഈ കുപ്പിന്ന് ഈ പാത്രത്തിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് വരും.
അപ്പൊ തെറിച്ച് പുറത്തേക്ക് വരണമെങ്കിൽ എന്ത് വേണം? ഇതിങ്ങനെ ഇളകണം. പക്ഷെ ആ ഇളക്കം നമ്മൾ കണ്ണുകൊണ്ട് കാണൂല, അത്ര സ്പീഡിലായിരിക്കും ഇത് ഇളകുക. അപ്പൊ ഇതുമ്പോ ഞാൻ തട്ടിയാലും നിങ്ങൾക്ക് ഇത് ഇളകണത് കാണാൻ പറ്റൂല. പക്ഷെ ഇത് നമ്മൾ ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് പതുക്കെ താഴ്ത്തി വെച്ചാല് ആ പാത്രത്തിലെ വെള്ളം തെറിക്കണതായിട്ട് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ വേറൊരു പരിപാടി കാണിച്ചു തരാം, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാന്, ഒരു എളുപ്പം മനസ്സിലാക്കാൻ. കേൾക്കുന്നുണ്ടോ നോക്കണേ, ഇല്ലെങ്കിൽ പറയണം കേട്ടോ. പക്ഷെ മേശന്റെ മേലെ ഇത് തട്ടി വെച്ച് കാണിച്ചു തരാം. കേൾക്കണില്ല പക്ഷെ. ടീച്ചേഴ്സിന് ഇടപെടോ? ടീച്ചേഴ്സ് കേൾക്കുന്നില്ല. ഇല്ല മാഷേ, അത് ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല സൗണ്ട് നമ്മുടെ. കേൾക്കുന്നില്ല മാഷ്. ശരി, ഇനി ഞാൻ ഈ റെക്കോർഡ് ചെയ്ത വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എത്ര ശബ്ദം കേൾക്കുന്നുണ്ടെന്ന്. ഇവിടെ കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ മൊബൈൽ ഫോണിൽ കൂടെ അങ്ങോട്ട് എത്തുമ്പോൾ കേൾക്കാതിരിക്കുകയായിരിക്കും. ശബ്ദത്തിന് വേഗത കുറവാണല്ലോ, അതറിയാലോ. ശബ്ദത്തിന് എത്ര വേഗത ഉണ്ട്? ശബ്ദത്തിനാണോ വെളിച്ചത്തിനാണോ വേഗത കൂടുതൽ? ആർക്കെങ്കിലും പറയാൻ പറ്റും? വെളിച്ചത്തിന്. വെളിച്ചത്തിന് സ്പീഡ് എത്ര ഉണ്ട്? പ്രകാശം ഒരു സെക്കൻഡിൽ എത്ര സ്പീഡിൽ പോകും അറിയോ ആർക്കെങ്കിലും? 3 ലക്ഷം കിലോമീറ്റർ അല്ലെ ടീച്ചറെ? ജെ ടീച്ചറെ, പ്രകാശം സഞ്ചരിക്കുന്ന വേഗത ഒരു സെക്കൻഡില് 3 ലക്ഷം മീറ്റർ അല്ലെ കിലോമീറ്റർ. 3 × 10⁸ മീറ്റർ അല്ലെ? പ്രകാശം ഒരു സെക്കൻഡില് 3 × 10⁸ മീറ്റർ. അതാണ് പ്രകാശത്തിന്റെ വേഗത. പക്ഷെ ശബ്ദത്തിന്റെ വേഗത വെറും 340 വരെയുള്ളൂ. 330, 340 വരെയുള്ളൂ. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ 340 മീറ്റർ. നിങ്ങളെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത കടയിലേക്ക് പോകുന്ന ദൂരം ഒരു സെക്കൻഡിൽ അത്രയും ദൂരം പോവുള്ളൂ. ഇപ്പൊ ഇവര് പഠിക്കുന്നത് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കാരണം ഇപ്പൊ കാലാവസ്ഥ മാറിയല്ലോ, അതുകൊണ്ടാ തോന്നുന്നു. 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതെന്താ അറിയോ? താപനില വ്യത്യാസം വരുമ്പോ ശബ്ദത്തിന്റെ സ്പീഡ് കൂടും. താപനില കൂടുന്ന സമയത്ത് സ്പീഡ് കൂടും. ഒരു കുട്ടി ഡൗട്ടാണ് ഇമോജിയായിട്ട് അയച്ചിട്ട് നമ്മൾ ചോദിച്ചോ, വോയിസ് ഓണ് മൈക്രോഫോൺ ഓണാക്കി ചോദിച്ചോ, എന്താ ചോദിക്കാനുള്ളത്? ഞാൻ പറയാം. ആരും ചോദിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പിയൂണ് ആ ഇരുമ്പിന്റെ കട്ടിയിൽ അടിക്കുന്ന ശബ്ദം, ഓലപ്പീപ്പി ഊതുമ്പോഴുള്ള ശബ്ദം, കടലാസ് മടക്കിയിട്ട് പീപ്പി ഉണ്ടാക്കുന്നത്, അതുപോലെ റബ്ബർ ബാൻഡ് വലിച്ചു വെച്ച് വിടുമ്പോഴുള്ള ശബ്ദം, ഒരു ചെറിയ വയലിൻ അല്ലെങ്കിൽ ഒരു വീണ ഉണ്ടാക്കിയ ശബ്ദം. അപ്പൊ മക്കള് അടുത്ത വർഷത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ജൂൺ മാസം 2 മാസമുള്ളൂ ഇനി, ജൂൺ മാസം സ്കൂൾ തുറക്കുമ്പോൾ ആദ്യത്തെ പാഠം ശബ്ദ തരംഗങ്ങൾ എന്നായിരിക്കും. ആ പാഠത്തിൽ ടീച്ചേഴ്സ് ചോദിക്കും ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നു. അപ്പൊ മക്കള് പറയേണ്ടത് ശബ്ദം ഉണ്ടാകുന്നത് കമ്പനം കൊണ്ടാണ്. അപ്പൊ കമ്പനം കൊണ്ടാണ് ശബ്ദം ഉണ്ടാവുന്നതാണ് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എന്താ? സിനാനെ ഒന്ന് പറയോ, ആരെങ്കിലും ഒന്ന് പറയോ? ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നു? അപ്പൊ ആ കുട്ടി എന്താ ചെയ്തിരിക്കുന്നത്? അതിന്റെ പേര് പറഞ്ഞേ, ആ ഉപകരണത്തിന്റെ പേര്. നിന്റെ പേര് പറഞ്ഞേ, മറന്നുപോയോ? ട്യൂണിംഗ് ഫോർക്ക്. ട്യൂണിംഗ് ഫോർക്ക്. ആ കുട്ടി ട്യൂണിംഗ് ഫോർക്ക് തട്ടിയിട്ട് ചെവിനെ അടുത്ത് പിടിക്കുകയാണ്. ചെവിയിൽ തൊടാൻ പാടില്ല. തൊട്ടാ ചെവി ചിലപ്പോൾ കമ്മലൊക്കെ ഉണ്ടെങ്കിൽ തട്ടി തെറിച്ചു പോവും, പൊട്ടിപ്പോവും. നല്ലോണം കമ്പനം ചെയ്യും, നമുക്ക് കാണൂല എന്നുള്ളൂ, പക്ഷെ നല്ല വേദന ഉണ്ടാവും ചെവി തട്ടിയാല്. അപ്പൊ ആ കുട്ടി ഇതുപോലത്തെ ഒരു ട്യൂണിംഗ് ഫോർക്ക് തട്ടിയിട്ട് അത് ചെവിയിൽ വെച്ച് അതിന്റെ ശബ്ദം കേൾക്കുകയാണ്. മക്കൾ സ്ക്രീനിൽ കാണുന്ന പറഞ്ഞേ, എന്താ സ്ക്രീനിൽ കാണുന്നത്? വീണ, ചെണ്ട, സംഗീത ഉപകരണങ്ങൾ. അതിന്റെ പേരൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ പറയുന്നവർക്ക്? വീണ, ചെണ്ട. വീണ, ചെണ്ട, വയലിൻ, ഇലത്താളം. ശരി. ഇതൊക്കെയാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടത്. അപ്പൊ പറ, ഒരു പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞു. ശബ്ദം ഉണ്ടാക്കുന്ന ജീവികളുടെ പേര്. തേനീച്ച. തേനീച്ച എങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? അതിന്റെ ചിറക് അല്ലെ അടിക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാവുക. ആനയോ? ആന ഓർന്ന് പറയില്ലേ? ആന തുമ്പിക്കൈ കൊണ്ടാണ്. അതിന്റെ തൊണ്ടയില് സ്വരതന്തുക്കൾ ഉണ്ടോ?
നമ്മളെ അങ്ങനല്ലേ? എന്താ നമ്മളെ സൗണ്ട് നമ്മളെ ശബ്ദം അങ്ങനെ തന്നെ, സ്വനപേടകം അല്ലെ? മനുഷ്യന്മാർക്ക് സ്വനപേടകം അല്ലെ? ദീപ ടീച്ചർ ഒന്ന് ഇടപെടുവോ ഈ ടേബിൾ ഒന്ന് പറഞ്ഞു കൊടുക്കാന്? ആ മാഷേ, ഒന്ന് ഹെൽപ്പ് ചെയ്യോ, ഒന്ന് പറയൂ, ഒന്ന് കൂട്ടോടെ ഇന്ററാക്ട് ചെയ്യോ? തേനീച്ചകൾ ശബ്ദം ഉണ്ടാക്കുന്നത് ചിറകടിക്കുന്നത് കൊണ്ട്. ആന സ്വനതന്തുക്കൾ പറഞ്ഞതുപോലെ തന്നെ നമുക്കും സ്വനതന്തുക്കളാണുള്ളത് കമ്പനം ചെയ്യുന്നത്. കൊതുക് ശബ്ദം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ചിറക് അല്ലെ? ചീവീട് ചിമ്പലുകൾ. കുയിലാണെങ്കിലോ സിറിനിക്സ്. സിറിനിക്സ് വോക്കൽ കോഡ് പോലെ തന്നെ അല്ലേ? വോക്കൽ കോഡിന്റെ പേര് അവരുടെ ജീവികളിൽ വരുന്ന സംഭവമാണ്. എന്റെ കയ്യിലുള്ള ഈ സാധനത്തിന്റെ പേരറിയോ? ബലൂൺ. ഇതുകൊണ്ട് എന്തെങ്കിലും പരിപാടി നിങ്ങൾക്ക് അറിയോ? ആർക്കെങ്കിലും എന്തൊക്കെ അറിയാം ഒന്ന് പറഞ്ഞേ, അറിയുന്നവര് പറ. ഓട്ടയാണ്. അത് വീർപ്പിച്ച് പൊട്ടിക്കാൻ അറിയാം. നല്ല ഉത്തരം. എറിഞ്ഞ് പൊട്ടിക്കാൻ അറിയാം. വെക്കലൊരുമ എന്തായാലും കേട്ടോ? കേട്ടു. ഇതിന് ശബ്ദം ഉണ്ടായത് എങ്ങനെയാ? ഇതിന്റെ ഉള്ളില് മാഷ് ഊതി വീർപ്പിച്ച കാറ്റുണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ ഈ നെക്കിന്റെ ഭാഗത്ത് ഇതുപോലെ വലിച്ചു പിടിച്ചപ്പം ഈ വായുവിന് പുറത്തേക്ക് വന്ന സ്ഥലം കുറച്ചുള്ളൂ. അപ്പൊ ആ വായു ഇതിന്റെ മേലെ തട്ടി 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 കമ്പനം ചെയ്യും. അങ്ങനെയാണ് ശബ്ദം ഉണ്ടായത്. അപ്പോ ഇനി ഒരു കുട്ടി പറഞ്ഞു ഇത് വീർപ്പിച്ച് പൊട്ടിച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, ഇത് ചെറിയ കുമിള പോലെ ആക്കിയിട്ട് അല്ലെ? വളരെ ചെറിയൊരു കുമിളാക്കിയിട്ട് നമ്മള് ഇത് പൊട്ടി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വായലൊക്കെ ഇട്ടിട്ട് പുറത്തെടുത്തിട്ട് ഇങ്ങനെ ശബ്ദം കേൾക്കണ്ടോ? അപ്പൊ ഇത് കമ്പനം ചെയ്യുന്നതുകൊണ്ടാണ് ശബ്ദം കേൾക്കുന്നത്. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലേ? ഒന്നിനു ചെയ്തു ബലൂൺ എടുത്ത് ആക്കല. കേൾക്കുന്നുണ്ടോ? ഓക്കെ, കമന്റ് കൂടുതൽ വേണ്ട. നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്തു തരുന്നതിന്റെ കാരണം എന്താന്ന് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതായത് 40 മാർക്കില് 30% കിട്ടാത്തോണ്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. പക്ഷെ മക്കൾ ഓർക്കുക, ഇനി 10ലേക്കാണ്. 9ലേക്ക് നിങ്ങൾ പാസ്സായി, 9 10ലേക്ക് പാസ്സായി. ഇനി പേടിക്കേണ്ട, നിങ്ങൾ സേഫാണ്. പക്ഷെ 10 പാസ്സാവണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ പാഠത്തിനെ പറ്റിയാണ് ഞങ്ങൾ ഈ പഠിപ്പിച്ചു തരുന്നത്. 10ാം ക്ലാസ് 9ാം ക്ലാസ്സിലെ അവസാനത്തെ പാഠവും 10ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമാണ് പഠിപ്പിക്കുന്നത്. ജൂൺ മുതൽ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ നന്നായിട്ട് പറയാനും ആദ്യം തന്നെ നല്ല മാർക്ക് നേടിപ്പോയാൽ തോൽക്കാതിരിക്കാം. ഇനി നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. ശബ്ദപ്രേഷണം എന്നൊരു വാക്ക് കാണുന്നുണ്ട്. ശബ്ദപ്രേഷണം എന്താണെന്ന് ദീപ ടീച്ചർ പറയും. ദീപ ടീച്ചറെ പറഞ്ഞു കൊടുക്കോ ആരെങ്കിലും ഒരാള്? ശബ്ദപ്രേഷണം ചിത്രം പറഞ്ഞു കൊടുക്കണം ആദ്യം. മാഷ് ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. മാഷ് ക്ലാസ് എടുക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ശബ്ദം എവിടെ നിന്നാണ് വരിക? ഫോണിൽ നിന്ന് ശബ്ദം ഉണ്ടാവുന്നുണ്ട്. അത് എങ്ങനെയാണ് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുക? ഏത് മാധ്യമം അല്ലെങ്കിൽ ഏതിലൂടെ സഞ്ചരിച്ചാണ് നിങ്ങളുടെ ചെവിയിൽ എത്തുക? വായുവിലൂടെ സഞ്ചരിച്ചാണ് നിങ്ങളുടെ ചെവിയിൽ എത്തുന്നത്. അതായത് ശബ്ദം അതുണ്ടാക്കുന്ന സോഴ്സിൽ നിന്നും അല്ലെങ്കിൽ അതിന്റെ സ്രോതസ്സിൽ നിന്നും സഞ്ചരിച്ച് നമ്മുടെ ചെവിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു പരീക്ഷണമാണ്. ഹലോ ടീച്ചറെ, ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല പറയുന്നുണ്ട്. അത് മാഷ് അഡ്മിറ്റ് ചെയ്തോളൂ. നിങ്ങൾ ഇത് സൈലന്റ് ആക്കി വെക്കുക കേട്ടോ. ചോദിക്കുമ്പോ ആകെ ബഹളാവും. നമ്മള് കേൾക്കാൻ പറ്റാണ്ടാവും. ടീച്ചറെ കുറെ പേര് വെയിറ്റ് ചെയ്യേണ്ടിരുന്നു. അഡ്മിറ്റ് ചെയ്തോളൂ. അഡ്മിറ്റ് ചെയ്തു. സാറ് പഠിപ്പിക്കണത് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്. നിലമ്പൂരിൽ നിന്നിട്ടാണ് മാഷ് ക്ലാസ് എടുക്കുന്നത്. അനാവശ്യമായിട്ടുള്ള ഇമോജികൾ ഇടുന്നവര് ശ്രദ്ധിക്കുക. 10ാം ക്ലാസ്സിലേക്ക് പോണ്ടേ, അതൊന്നും ഓർത്ത് വെച്ചോളൂ കേട്ടോ. എക്സ്ട്രാ ക്ലാസ് എടുക്കേണ്ടി വരുന്ന ഒരു ഗതികേട് നിങ്ങൾക്ക് അറിയാം. അത് പാരന്റ്സും കേൾക്കണമെങ്കിൽ ശ്രദ്ധിക്കുക.
ശബ്ദപ്രേഷണം. ഇതില് ഒരു കുട്ടി ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം, ട്യൂണിംഗ് ഫോർക്ക് എന്നൊരു ഉപകരണം ഒരു റബ്ബർ പാഡ് കൊണ്ട് തട്ടിയിട്ട്, ഇങ്ങനെ റബ്ബർ പാഡ് കൊണ്ട് തട്ടിയിട്ട് അത് മേശമ വെക്കുകയാണ്. അത് മേശമ വെക്കുന്ന സമയത്ത് അതിന്റെ ശബ്ദം നല്ല ഒച്ചത്തിൽ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി റെക്കോർഡ് കേൾക്കുമ്പോൾ മനസ്സിലാവും. നല്ല ഒച്ചയിൽ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ ആ 3 കുട്ടികൾ ചെയ്യുന്നത് ആ മേശയുടെ മേലെ ചെവി ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം എന്തിനാണ് ആ കുട്ടികൾ ചെവി ചേർത്ത് വെച്ചത് വെച്ചാൽ, ഇപ്പൊ മാഷ് പല തവണ ഇത് തട്ടി ശബ്ദം കേൾക്കുന്നുണ്ടോ ചോദിച്ചു. നിങ്ങൾ പറഞ്ഞു കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാ ചോദിച്ചാല്, ഈ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ എത്തണമെങ്കിൽ ആദ്യം ഇവിടെ ഉണ്ടാകുന്ന ശബ്ദം വായുവിലൂടെ സഞ്ചരിച്ച് മാഷ ഫോണിന്റെ മൈക്രോഫോണിൽ എത്തണം. പിന്നെ അവിടെ നിന്ന് അത് തരംഗങ്ങള്, വൈദ്യുതകാന്തിക തരംഗങ്ങളായിട്ട് മാറണം. എന്നിട്ട് വേണം നിങ്ങളെ ഫോണിലേക്ക് എത്താൻ. അപ്പൊ അതിന് അത്ര സ്പീഡ് ഉണ്ടാവില്ല. അതേ ടൈമില് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒരു സ്കെയിലോ പെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ, അതെടുത്തിട്ട് ചെവിയോട് ചേർത്ത് ഇങ്ങനെ അമർത്തി പിടിക്കുക. ഇങ്ങനെ ചെവി മടക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതിന്റെ ഈ അറ്റത്ത് വെറുതെ തട്ടി നോക്കിയാൽ മതി, പതുക്കെ, വളരെ പതുക്കെ. അപ്പൊ നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റും. ഇതേ സ്കെയില് ദൂരെ പിടിച്ചിട്ട് തട്ടി വെക്കാൻ ചിലപ്പോൾ അത്ര ശബ്ദം കേൾക്കൂല. ആ സ്കെയിലിനെ ചെവിയോട് ചേർത്ത് വെച്ചിട്ട് ഇതിന്റെ അറ്റത്ത് പതുക്കെ തട്ടിയാൽ നിങ്ങൾക്ക് നല്ല ശബ്ദം കേൾക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ട്യൂണിംഗ് ഫോർക്ക് തട്ടിയിട്ട് മേശമ്മ വെക്കുന്ന സമയത്ത് ആ ശബ്ദം ആ മേശമ്മ കൂടിയാണ് സഞ്ചരിക്കുന്നത്. പണ്ടൊക്കെ ഈ യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ, പണ്ടത്തെ കാലത്ത് കുതിരപ്പുറത്ത് മറ്റേ രാജ്യത്തിലെ പടയാളികൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പടയാളികൾ ചെയ്യുന്നത് വെച്ചാൽ നിലത്ത് കിടന്ന് ചെവി മണ്ണിനോട് ചേർത്ത് വെക്കും. അപ്പൊ കുതിരയുടെ കുളമ്പടി ശബ്ദം ദൂരെ നിന്ന് തന്നെ കേൾക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മള് ഇപ്പോ ഞങ്ങളുടെ ഭാഗത്തൊക്കെ നിലമ്പൂരിലൊക്കെ ലാസ്റ്റാണ് ട്രെയിൻ എത്തുക. അപ്പൊ നമ്മളൊക്കെ ഇവിടെ പണ്ട് ചെയ്യാറുണ്ട്. ട്രെയിനൊക്കെ നമ്മളെ അങ്ങാടിപ്പുറോ അല്ലെങ്കിൽ വാണിയമ്പലത്തൊക്കെ എത്തുന്ന സമയത്ത് ഞങ്ങൾ നിലമ്പൂരിൽ ഈ റെയിൽവേ ട്രാക്കിന്റെ മേലെ ചെവി ഇങ്ങനെ ചേർത്ത് വെക്കും. അപ്പൊ ചെറിയൊരു ഒച്ച വെക്കും. ആ ട്രെയിൻ അടുത്ത് വരുന്തോറും ഒച്ച കൂടി വരും. നിലമ്പൂരിൽ എത്തുന്നതിന് മുന്നേ അവിടെ നിന്ന് എണീറ്റ് പോരണം, അല്ലെങ്കിൽ പിന്നെ ചെവി ഉണ്ടാവില്ല, തല ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ആ ശബ്ദം കേൾക്കാറുണ്ട്. ഈ റെയിൽവേ ട്രാക്കിലൂടെ ശബ്ദം സഞ്ചരിച്ച് കേൾക്കാറുണ്ട്. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിങ്ങളുടെ വിചാരം അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മളെ ശബ്ദം നമ്മൾ കേൾക്കുന്നത് ചെവി കൊണ്ട് മാത്രമാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ 2 ചെവിയും അടച്ചു പിടിച്ച് സംസാരിച്ചു നോക്കിയേ. 2 ചെവിയും അടച്ചു പിടിച്ചിട്ട് നിങ്ങൾ സംസാരിച്ചു നോക്കിയാലും നിങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കും. അതായത് നിങ്ങളുടെ 2 ചെവി ഇങ്ങനെ അടച്ചു പിടിക്കുക, എന്നിട്ട് സംസാരിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ പറ്റും. എല്ലാവരും വിചാരം നമ്മൾ ശബ്ദം കേൾക്കുന്നത്, ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നത് എൻ്റെ ചെവി കൊണ്ടാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ എൻ്റെ ചെവി കൊണ്ട് കേൾക്കുന്നത് വെറും ഒരു 30% താഴെ മാത്രമേ ചെവി കൊണ്ട് ഞാൻ കേൾക്കുന്നുള്ളൂ. ബാക്കി 70% ഞാൻ കേൾക്കുന്നത് എൻ്റെ എല്ലിലൂടെയും സ്കിന്നിലൂടെയും ഒക്കെയാണ് ശബ്ദം സഞ്ചരിക്കുന്നത്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ചെവി ഒന്ന് അടച്ചു പിടിച്ച് സംസാരിച്ചു നോക്കും. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റും. പുറത്തുനിന്നുള്ള കേൾക്കാൻ പറ്റുന്നില്ല, പക്ഷെ നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റും. അതിന്റെ കാരണം ശബ്ദം പ്രേഷണം ചെയ്യുന്നത് നിങ്ങളുടെ എല്ലിലൂടെയും അതുപോലെ സ്കിന്നിലൂടെയും ഒക്കെയാണ് ശബ്ദം സഞ്ചരിക്കുന്നത്. മക്കൾ ഓർക്കേണ്ടത്, ശബ്ദത്തിന് വേഗത ഉണ്ട്. ആ വേഗത ഓരോ മാധ്യമത്തിലും വ്യത്യാസമുണ്ട്. നമ്മുടെയൊക്കെ വിചാരം ശബ്ദം വേഗത്തിൽ പോണത് വായുവിലൂടെയാണെന്നാണ്. പക്ഷെ ഞാൻ കാണിച്ചു തരാം ശബ്ദം പ്രേഷണം ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ ഈ ചിത്രം നോക്കൂ. ഒരു പാമ്പ് ഇര പിടിക്കാനും ആത്മരക്ഷയ്ക്കുമായി തറയിലൂടെയുള്ള ശബ്ദ പ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു. അതായത് പാമ്പിന് ചെവി പുറത്ത് കാണുന്നത് പോലെ ഉണ്ടെങ്കിലും അത് നമ്മൾ കേൾക്കുന്ന പോലെയല്ല പാമ്പ് ശബ്ദം കേൾക്കുന്നത്. മറിച്ച് അതിന്റെ ശരീരത്തിലുള്ള അതിന്റെ മേല് ചേർന്നിരിക്കുന്ന സ്കിന്ന് കൊണ്ടാണ് അത് ശബ്ദത്തെ തിരിച്ചറിയണത്. നമ്മൾ കേൾക്കുന്ന പോലെ ശബ്ദമായിട്ടല്ല കേൾക്കുന്നത്, അതിന് വേറൊരു രീതിയിലാണ് ശബ്ദം ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പാമ്പിന്റെ ശല്യം കൂടുതലാണ്. ഏകദേശം 8 പേരോളം മരിച്ചു എന്ന് കേട്ടു നിങ്ങൾ ഈ കേരളത്തിൽ പാമ്പ് കടിയേറ്റു. അപ്പം നിങ്ങളൊക്കെ രാത്രിയൊക്കെ കടയിലേക്കോ അങ്ങോട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ചെരുപ്പ് തറയിലൂടെ, പണ്ട് പറയും ചെരുപ്പ് ഉരച്ചടക്കരുത് പറയും, ഇപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ കാലുകൊണ്ട് ചെരുപ്പ് തറയിൽ ഒരച്ചതിനെ നടക്കണം. കാരണം ഇത്തരം പാമ്പുകൾ ആ ശബ്ദം കേൾക്കുന്നത് ഈ മണ്ണിലൂടെ വരുന്ന
തരംഗങ്ങൾ കേട്ടിട്ടാണ് പാമ്പ് മനസ്സിലാക്കുന്നത് ആള് വരുന്നുണ്ട് എന്ന്. അപ്പൊ ഇത് പേടിച്ചോടന്ന് പോയിക്കോളും. പാമ്പ് സത്യത്തില് കൊത്തുന്നതും അത് കടിക്കുന്നതൊക്കെ അതിന്റെ പേടി കൊണ്ടാണ്, അതിനെ ഉപദ്രവിക്കാൻ ചെല്ലും എന്നുള്ള പേടി കൊണ്ടാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മളെ കണ്ടു കൊത്തുകയാണ്. അങ്ങനല്ല. പാമ്പ് കണ്ണുകൊണ്ട് കണ്ടു കൊത്തണമൊന്നുമല്ല. കണ്ണ് കാണാനോ നമ്മൾ കാണുന്ന പോലത്തെ ഒരു കാഴ്ചയോ നമ്മൾ കേൾക്കുന്ന പോലത്തെ ഒരു കേൾവിയോ പാമ്പിനില്ല. പകരം അത് തറയിലൂടെ വരുന്ന ശബ്ദങ്ങൾ സ്വീകരിച്ചിട്ടാണ് അത് ചുറ്റുപാടിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നമ്മൾ ശബ്ദം ഉണ്ടാക്കാൻ നടന്നു പോണ സമയത്ത് അതിന് മേൽക്ക് എന്തോ വരുന്നുണ്ട്, അതിനാരോ കൊല്ലാൻ വരുന്നുണ്ടെന്ന് പേടിച്ചിട്ട് അത് ആ സ്ഥലത്തേക്ക് ആഞ്ഞു കൊത്തുകയാണ് അല്ലെങ്കിൽ കടിക്കുകയാണ്. അങ്ങനെയാണ് ഇത്രയും കുട്ടികൾ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ മരിച്ചു പോയത്. മാഷമക്കൾ ഓർക്കേണ്ടത്, ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതും കൂടി മനസ്സിലാക്കാനാണ്. ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടി പാസ്സാവാന്ന് മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാമ്പിന്റെ ചിത്രം കണ്ട് മനസ്സിലാക്കാം. നിങ്ങളും മുറ്റത്തൊക്കെ ഇറങ്ങി പോണ സമയം എപ്പോ പുറത്തിറങ്ങുകയാണെങ്കിൽ ചെരുപ്പിട്ട് പോവുക, വലിയ ചെരുപ്പിട്ട് പോവുക. ആ ചെരുപ്പ് തറയോട് ഒരച്ചു പോവുക. അപ്പൊ ആ ഒച്ച കേൾക്കുമ്പോൾ പാമ്പ് ആ ഭാഗത്തുനിന്ന് നീങ്ങിപ്പോയിക്കോളും, ഉണ്ടെങ്കിൽ തന്നെ നീങ്ങിപ്പോയിക്കോളും. മറ്റൊന്ന് ഡോൾഫിനാണ്. ഡോൾഫിന്, തിമ്മീങ്കലങ്ങള് തുടങ്ങിയ ജലജീവികള് ആശയവിനിമയത്തിന് കടൽ ജലത്തിലൂടെയുള്ള ശബ്ദമാണ് ഉപയോഗിക്കുക. അതായത് വെള്ളത്തിൽ കൂടെ ശബ്ദം കേൾക്കും. ഏകദേശം 1500 മീറ്റർ ആണ് വെള്ളത്തിൽ കൂടെ ശബ്ദം സഞ്ചരിക്കുക. നമ്മൾ പറഞ്ഞത് വായുവിടെ ആണെങ്കിൽ അത് ഏകദേശം ടീച്ചർ പറഞ്ഞു 350 പറഞ്ഞു. പക്ഷെ അത് വെള്ളത്തിൽ കൂടി ആണെങ്കിൽ സ്പീഡ് പിന്നെയും കൂടും, ഏകദേശം 1500ഓളം വരും. ഇനി അതേ സമയം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? അവർക്ക് കേൾക്കാൻ പറ്റുമോ? ആർക്ക്? ഡോൾഫിനോ? ഡോൾഫിന് കേൾക്കാൻ പറ്റും, നമുക്കും കേൾക്കാൻ പറ്റും. ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യാം, ഒരു ബക്കറ്റില് വെള്ളം നിറയ്ക്കുക, 2 കല്ലെടുക്കുക, ഈ കല്ല് ബക്കറ്റിലെ വെള്ളത്തിലേക്ക് താഴ്ത്തി പിടിക്കുക, എന്നിട്ട് വെള്ളത്തിന്റെ മേലെ ചെവി ചേർത്ത് വെക്കുക, എന്നിട്ട് ഈ 2 കല്ല് വെള്ളത്തിലേക്ക് തട്ടി വെക്ക്. അപ്പൊ ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റും. ഇനി ഒന്നും വേണ്ട, കുളത്തിലോ പുഴയിലോ കുളിക്കുന്ന സമയത്ത് മുങ്ങിക്കിടന്നിട്ട് കാലുകൊണ്ട് തറയിൽ ഉരച്ചു നോക്കിയ, മണലിൽ ഉരച്ചു നോക്കിയ ആ ഒച്ച കേൾക്കാൻ പറ്റും. അപ്പൊ നമ്മള് കടലിലൊക്കെ അപകടം പറ്റുമ്പോൾ അതിനെ സ്രാവോ മറ്റു മീനുകളൊക്കെ കൊത്തുന്നതും പിടിക്കുന്നതൊക്കെ ഈ ശബ്ദം കേട്ടിട്ട് തന്നെയാണ്. മണം കൊണ്ട് മാത്രമല്ല, ശബ്ദം കേട്ടിട്ടാണ് അത്തരം ജീവികൾ ഓടി വന്ന് ഇവരെ ഭക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കാം, ശബ്ദപ്രേഷണം എന്ന് പറഞ്ഞാൽ, മാഷ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ശബ്ദപ്രേഷണം എന്ന് പറഞ്ഞാല് വായുവിലൂടെ സഞ്ചരിച്ചിട്ടാണ് ശബ്ദം നമ്മളെ ചെവിയിൽ എത്തുന്നത്. പക്ഷെ നമ്മുടെ സ്വന്തം ശബ്ദം ചെവിയിലെത്തുന്നത് ചെവിയിലൂടെ മാത്രമല്ല, നമ്മളെ എല്ലിലൂടെയും തൊലിയിലൂടെ ഒക്കെയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വന്തം ശബ്ദം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കേട്ട് നോക്കൂ, ഒരു വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ മാഷി ക്ലാസ് മൊത്തം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കേട്ട് നോക്കുമ്പോൾ മനസ്സിലായി എന്താ ഈ ശബ്ദം എങ്ങനെയാണ്. അപ്പൊ എന്റെ വിചാരം ശബ്ദം നല്ലതാണെന്നാണ്. പക്ഷെ റെക്കോർഡ് ചെയ്ത് കേൾക്ക് മനസ്സിലാവുക ഇത്രയും വൃത്തിയിട്ട ശബ്ദമാണോ എൻ്റെ എനിക്ക് മനസ്സിലാവാം. നിങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോൾ തോന്നും എന്ത് രസമുള്ള ശബ്ദമാണ് സിനാന്റെ ഒക്കെ എന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മൾ നമ്മുടെ സ്വന്തം ശബ്ദം കേൾക്കുന്നതും അതേ ശബ്ദം റെക്കോർഡ് ചെയ്ത് കേൾക്കുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിന് കാരണം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുഴുവൻ ശബ്ദവും കേൾക്കുന്നത് വായു കൂടെ വന്നിട്ടാണ്. അതേസമയം നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നത് ചെവിയിലൂടെയും എല്ലിലൂടെയും ആണ് ശബ്ദം സഞ്ചരിക്കുന്നത്. ഇതിനെയാണ് പ്രേഷണം എന്ന് പറയാം. അപ്പൊ പ്രേഷണം എന്ന് വെച്ചാല് ഒരു സ്ഥലത്ത് നിലമ്പൂരത്തെ ശബ്ദം, എന്റെ ശബ്ദം പട്ടാമ്പിയിലുള്ള നിങ്ങൾ കേൾക്കണോ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ നിങ്ങൾ കേൾക്കുന്നതിനെ ശബ്ദപ്രേഷണം എന്ന് പറയാം. പക്ഷെ ഒരു കാര്യം നിർബന്ധമാണ്, മാഷ ആദ്യം കാണിച്ച ചിത്രം പറ, എന്തുകൊണ്ടാണ് ഈ കുട്ടി ആ ശബ്ദം കേൾക്കാത്തത്? പറയുന്നവര് പറയൂ. ഇത്രയും കേട്ടല്ലോ ക്ലാസ്. ഈ കുട്ടി എന്താ ശബ്ദം കേൾക്കാത്തത്? ആരെങ്കിലും പറയോ? സിനാനെ? കൂട്ടിമുട്ടാത്തോണ്ട്, ഇരുമ്പില്ലാത്തോണ്ട്. അല്ലേ, അവിടെ ഇലക്ട്രിക് ബെല്ലാണ്. ആ ബെല്ല് കറണ്ട് വഴി അവിടെ എത്തും, ഒച്ച ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ ഒച്ച പുറത്തേക്ക് കേൾക്കാത്തതിന്റെ കാരണം ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇത്രയും നേരം കേട്ടതെന്ന്? വാക്വം പമ്പ് ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. ആ ജാറത്തെ വായുവിന് നീക്കം ചെയ്തു. അപ്പൊ ജാറിൽ വായു ഇല്ല. ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമം വേണം. ഒന്നുകിൽ വായു വേണം, അല്ലെങ്കിൽ വെള്ളം വേണം, അല്ലെങ്കിൽ ഖരപദാർത്ഥ ഇരുമ്പോ അതുപോലെ തന്നെ മരക്കഷ്ണോ പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും വേണം. അല്ലാതെ ശബ്ദം സഞ്ചരിക്കൂല. പക്ഷെ മക്കൾ ഓർക്കുക, ശബ്ദം സഞ്ചരിക്കണമെങ്കിൽ ഒരു മാധ്യമം ആവശ്യമുണ്ട്. ആ മാധ്യമം ഇല്ലെങ്കിൽ ശബ്ദം സഞ്ചരിക്കൂല. അപ്പൊ മാഷ മക്കൾ ഓർത്തു നോക്കിയേ, ശബ്ദ പ്രേഷണം എന്ന് പറയുമ്പോൾ ശബ്ദം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നതാണ് ശബ്ദപ്രേഷണം. ശബ്ദപ്രേഷണത്തിന് ഓരോ ജീവികളും സ്വീകരിക്കുന്ന രീതി വ്യത്യാസമാണ്. ശൂന്യതയിലൂടെ ശബ്ദം സഞ്ചരിക്കില്ല.
ഖരവസ്തുക്കളുടെ ശബ്ദം സഞ്ചരിക്കും. ശബ്ദപ്രേഷണത്തിന് ഒരു മാധ്യമം ആവശ്യമാണ്. ഇനി അവസാന ഭാഗം, ഇടിയും മിന്നലും ഒരേ സമയത്താണ് ഉണ്ടാവുന്നത്. പക്ഷെ നമ്മളെല്ലാവരും പറയും ആദ്യം നമ്മൾ മിന്നൽ കാണും, അപ്പം നമ്മൾ കൂളായി നിൽക്കും, ഒച്ച കേൾക്കുമ്പോൾ ഓടി അകത്ത് കയറും. എല്ലാരും ചെയ്യാറില്ലേ? മിന്നൽ കാണുമ്പോൾ അവിടെ നിൽക്കും, ഒച്ച കേൾക്കുമ്പോൾ ഓടി പോവുക. സത്യത്തിൽ ഇത് രണ്ടും ഒപ്പം ഉണ്ടാവണതാണ്. നിങ്ങൾ പേടിക്കുന്ന സാധനം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ മിന്നൽ ഉണ്ടായപ്പോ തന്നെ ഇടി ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ശബ്ദം പിന്നാലെ വരുന്നുള്ളൂ എന്ന് മാത്രം. പക്ഷെ നമ്മളെല്ലാരും പറയും ഇടിമിന്നൽ കാണുമ്പോൾ ഓടി കയറിക്കോ, ഇപ്പൊ ഇടി പൊട്ടും എന്ന് പറയും. പക്ഷെ ഇടി പൊട്ടിയിട്ടാണ് ഈ മിന്നൽ ഉണ്ടായത്, അല്ലെങ്കിൽ ഇടിയും മിന്നലും ഒപ്പം ഉണ്ടാവണത്. പക്ഷെ നമ്മള് കണ്ണിലേക്ക് വെളിച്ചം വേഗം എത്തും, ശബ്ദം പതുക്കെ എത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ശബ്ദം ഉണ്ടാവണമ്പോഴാണ് ഇടി ഉണ്ടാവണമെന്നാണ്. അല്ല, മിന്നൽ ഉണ്ടാവുമ്പോൾ തന്നെ ഇടി ഉണ്ടാവുന്നുണ്ട്. രണ്ടും ഒപ്പാണ്. അതിന്റെ കാരണം എന്താ ചോദിച്ചാല്, ശബ്ദത്തിന്റെ വേഗത ജയ ടീച്ചർ പറഞ്ഞതുപോലെ 1 സെക്കൻഡിൽ 340 മീറ്ററേ പോവുള്ളൂ. വെളിച്ചം 1 സെക്കൻഡിൽ ഒന്നുകിൽ 3 × 10⁸ മീറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ 3 ലക്ഷം കിലോമീറ്റർ എന്ന് പറയാം. ശരി, ഇത്രയും നേരം മാഷ് പഠിപ്പിച്ചത് മനസ്സിലായിട്ടുണ്ടോ? അതെ. ക്ലിയർ ആണോ? ആ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മാഷ് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ജയ ടീച്ചറെ ഒന്ന് സംസാരിക്കാം കുട്ടികളോട്. സാർ എക്സാം എന്നാ? നിങ്ങൾക്ക് എക്സാം ഉണ്ടാവല്ലോ മക്കളെ. കുട്ടികളെ, ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും വിജയിച്ചിരിക്കുന്നു കേട്ടോ. ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്താൽ വിജയിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പങ്കെടുത്തത് കൊണ്ട് നിങ്ങൾ വിജയിച്ചു. നിങ്ങൾ മാഷ് പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മാഷ് പറഞ്ഞത് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. മാധ്യമം വായു, ജലം. വായു പറഞ്ഞ വാതകം, ജലം ദ്രാവകം, പിന്നെ ഇരുമ്പ് ലോഹപദാർത്ഥങ്ങള് ഖരം കേട്ടോ. ഇതിലെ ഖരപദാർത്ഥത്തിൽ കൂടിയാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഏറ്റവും കുറവ് വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലൂടെയാണ്. അത് 350 മീറ്റർ/സെക്കൻഡ് ആണ്. പിന്നെ ശബ്ദം ഉണ്ടാകുന്നത് കമ്പനം മൂലമാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. അത് നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം സ്വന തന്തുക്കളാണ് കമ്പനം ചെയ്യുന്നത്. കഴിഞ്ഞു സർ. കഴിഞ്ഞു. മനസ്സിലാവണില്ലേ? വായുയൂപങ്ങളാണ് സംഗീതോപകരണങ്ങളില് വായുയൂപങ്ങളാണ് കമ്പനം ചെയ്യുന്നത്. വീണയില് കമ്പിയാണ് കമ്പനം ചെയ്യുന്നത് കേട്ടോ. തബലയിലെ ഡയഫ്രം ആണ് കമ്പനം ചെയ്യുന്നത്. ചെണ്ട, തബല ഇതിലൊക്കെ. തേനീച്ചയുടെ ഒക്കെ ചിറകാണ് കമ്പനം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത് കേട്ടോ. പ്രകാശത്തിന് ശബ്ദത്തേക്കാൾ വേഗതയുണ്ട്. എന്താ കുട്ടി ചോദിച്ച്? ഹാജറുണ്ട്, നിർബന്ധാണ്. അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. മക്കള് കേൾക്കാം, ജയ ടീച്ചർ പറഞ്ഞതുപോലെ ക്ലാസ്സിൽ പങ്കെടുത്തവരൊക്കെ വിജയിച്ചതായിട്ട് പറയാനാണ് നമ്മൾക്ക് നിർദ്ദേശം കിട്ടിയത്. കാരണം പരീക്ഷ ഇല്ലാത്തതുകൊണ്ട്, വെയില് വളരെ കൂടുതലായതുകൊണ്ടും സ്കൂളിലേക്ക് വരാനുള്ള അവസ്ഥ ഇല്ലാത്തതുകൊണ്ടും നിങ്ങൾ എല്ലാവരും പാസ്സായിട്ടുണ്ട്. പക്ഷെ സീരിയസ് ആയിട്ട് പഠനത്തെക്കാണ്. ഇപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു ക്ലാസ് റൂം ഉണ്ട്, ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. പക്ഷെ ഇനി 10ാം ക്ലാസ് ആണ്. സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. അടുത്ത പ്രാവശ്യം തോൽവിയിലേക്ക് പോവരുത്. 30% വളരെ താഴെ മാർക്ക് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയത്. അതുപോലെ ആവാതിരിക്കാൻ പരമാവധി പഠിക്കാൻ നോക്കുക. ഒന്നും ഇതേപോലെ ലെക്ചറിങ് അല്ലാതെ പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം. അതുകൊണ്ട് പ്രാക്ടിക്കൽ കേട്ടുകൊണ്ട് തന്നെ ക്ലാസ് പഠിക്കാൻ പറ്റും. അടുത്ത വർഷവും നമ്മൾ തുടക്കം മുതൽ തന്നെ നമ്മൾ എല്ലാവരും പ്രാക്ടിക്കൽ വെച്ച് ക്ലാസ് എടുത്തു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസം വരില്ല. നമ്മളാരും പഠനത്തിൽ പിന്നോക്കം ഉള്ളതുകൊണ്ടല്ല, മറിച്ച് പഠിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്. രക്ഷിതാക്കൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയൂ. ക്ലിയർ ആയിട്ടില്ല. ഗ്രൂപ്പില് വിടൂലേ? ഈ ക്ലാസ് റെക്കോർഡ് ചെയ്ത് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. എന്നിട്ട് ക്ലാസ് കേൾക്കാത്തവർക്ക് ഇത് അയച്ചു കൊടുക്കുക. അവര് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാഷിനെയോ ടീച്ചറിനെമാരെയോ വിളിക്കാൻ പറയാം. അങ്ങനെയാണെങ്കിൽ അവരുടെ റിസൾട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. ഒന്ന് പറഞ്ഞാൽ മതി. കഴിഞ്ഞു, പോയിക്കോ മോനെ, ലെഫ്റ്റ് ചെയ്തോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചോദിക്കേ. എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്താൽ മതിയോ? എല്ലാ ക്ലാസ്സും
ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്താൽ മതി. അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പ്രയാസമായിരിക്കും. നല്ല രീതിയിൽ ഇപ്പൊ നിങ്ങൾ ഇന്ററാക്ട് ചെയ്ത പോലെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ പാസ്സായതായിട്ട് പറയാനാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം. ജയ ടീച്ചർ അതാണ് പറഞ്ഞത്. അല്ല സാറേ, ഓ സുനേന പറ. പ്രസന്റ് എങ്ങനെ ഇടുക? പ്രസന്റ് നിങ്ങൾ വന്ന കുട്ടികളുടെ പേര് നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ലേ നമ്മുടെ പിന്നെ ഗൂഗിൾ മീറ്റില്? അത് നോക്കിയിട്ട് ടീച്ചേഴ്സ്, ഇപ്പൊ ജയ ടീച്ചറും ദീപി ടീച്ചറും ചെക്ക് ചെയ്യുന്നുണ്ട്. വന്ന കുട്ടികളുടെ പേരും ക്ലാസ്സും HMന്റെ ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കും. HM അത് DDക്കും മറ്റും അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അത് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾ ക്ലാസ് കേട്ടിട്ട് നമ്മൾ വിളിച്ചു പറയണം. എങ്ങനെയാണ്? ഓക്കെ ഓക്കെ ശരി, ഓക്കെ സാർ. എന്നാ പോവല്ലേ, നിർത്തല്ലേ? ഓക്കെ, ലെഫ്റ്റ് ആയിക്കോളൂ. താങ്ക് യു സാർ. വെൽക്കം.